ഹായ്, മൈ നെയിം ഇസ് ബിനു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് സ്ലൊവോക്കിയയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്ലൊവോക്കിയ പാർട്ട് 1 ആണ്. എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് നമ്മൾ ഓരോ രാജ്യത്തിൻ്റെയും വീഡിയോസ് ചെയ്യുന്നത്. ഏകദേശം 20ഓളം റിക്വസ്റ്റ് ഇപ്പോൾ തന്നെ പെൻഡിങ് ഉണ്ട്. വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ആദ്യമായി ചാനൽ കാണുന്നവരുടെ അറിവിലേക്കായിട്ട് നമ്മൾ പ്രധാനമായും ഒരു രാജ്യത്തിൻ്റെ പൂർണ്ണ വിവരങ്ങളാണ് നൽകുന്നത്. അതായത് ജോബ് ഓപ്പർച്യൂണിറ്റി, എക്കോണമി, വിസ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റ്സ്, ഇന്ത്യയിൽ നിന്ന് എങ്ങനെ ജോലി കണ്ടെത്താം, അല്ലെങ്കിൽ വിസിറ്റിൽ പോയി എങ്ങനെ ജോലി കണ്ടെത്താം തുടങ്ങിയ എല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോകാൻ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ആ രാജ്യത്തെക്കുറിച്ച് പൂർണ്ണമായ വിവരം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നമുക്ക് എത്ര വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഏത് സെഗ്മെൻറ്റ് വേണമെങ്കിലും ഉൾപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ധൈര്യമായിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ സ്ലൊവോക്കിയ ഒഫീഷ്യലി അറിയപ്പെടുന്നത് സ്ലൊവോക്ക് റിപ്പബ്ലിക് എന്നാണ്. ഇത് കരയാൽ മാത്രം ചുറ്റപ്പെട്ട ഒരു സെൻട്രൽ യൂറോപ്യൻ രാജ്യമാണെന്ന് പറയാം. അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പോളണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹംഗറി, പിന്നെ ഓസ്ട്രിയ, യുക്രൈൻ, ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളാണ്. ഇതിൻ്റെ വ്യാപ്തി ഏകദേശം 49,000 സ്ക്വയർ കിലോമീറ്റേഴ്സാണ്. ഇപ്പം ബ്രാറ്റിസ്ലാവ ആണ് ഈ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ. പോപ്പുലേഷൻ ഏകദേശം 5.58 മില്യൺ ആണ്. അതായത് ഏകദേശം 54 ലക്ഷത്തോളം പേരാണ് ഇവിടെയുള്ള പോപ്പുലേഷൻ. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്ലോവക് ആണ്. അപ്പോൾ സ്ലോവാക്യ ഒരു ഷെങ്കൻ വിസ ലിസ്റ്റിലുള്ള രാജ്യമാണ്. അതായത് നമുക്ക് വിസിറ്റിൽ പോകാൻ സാധിക്കുന്ന ഒരു രാജ്യമാണ്. ഇത് ഒരു സേഫസ്റ്റ് കൺട്രി ആണെന്ന് തന്നെ പറയാം. വളരെ കുറച്ച് ക്രൈം റേറ്റും, ഒരു വിധത്തിൽ പറഞ്ഞാൽ വയലൻറ്റ് ക്രൈം എന്ന് പറയാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. അത്രയും ഒരു സേഫസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. പിന്നെ യൂറോപ്യൻ സോണിലെ രണ്ടാമത്തെ ദരിദ്ര രാജ്യമാണിത്. ഇപ്പോൾ എസ്റ്റോണിയാണ് യൂറോപ്യൻ സോണിലെ ഏറ്റവും ദരിദ്ര രാജ്യം എന്നറിയപ്പെടുന്നത്. ഇവിടുത്തെ കറൻസി യൂറോ ആണ്. അതായത് ഒരു യൂറോ എന്ന് പറയുന്നത് 87.10 ഇന്ത്യൻ റുപ്പീസാണ്. അത് പിന്നെ സ്ലോവാക്യ ഈ രണ്ട് രാജ്യം തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട. സ്ലൊവേനിയ വേറെ രാജ്യമാണ്, സ്ലൊവാക്യ വേറെ രാജ്യമാണ്. സ്ലൊവേനിയ ഇറ്റലിയുടെ രാജ്യമാണ്, ഒരു കോസ്റ്റൽ കൺട്രിയാണെന്ന് പറയാം. അപ്പോൾ സ്ലൊവാക്യ ചീപ്പ് ആണ് എന്ന് തന്നെ പറയാം, കോസ്റ്റ് ഓഫ് ലിവിങ്. എന്നാലും ഇപ്പം നോക്കുവാണെങ്കിൽ ബൾഗേറിയ അല്ലെങ്കിൽ റൊമേനിയ അല്ലെങ്കിൽ ഹംഗേറി അത്രയും ചീപ്പാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴും പിന്നെ ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോഴും സ്ലോവാക്യ ഒരു അഫോർഡബിൾ പ്ലേസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. 2004 മുതലാണ് നേറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ആയത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വേൾഡ് കൺട്രി എന്ന് പറയുന്നതിൽ തെറ്റില്ലെന്നാണ് അഭിപ്രായം. പിന്നെ വളരെ കുറഞ്ഞ ജീവിത ചിലവാണ് ഇവിടെ. സോ പുറത്തു നിന്ന് വരുന്നവർക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ കുറിച്ച് നമ്മൾ വ്യക്തമായ വീഡിയോസ് നമ്മൾ വരുന്ന പാർട്ടികൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇനി എക്കോണമി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം സ്ലൊവാക്യ എക്കോണമി ഫ്രീഡം സ്കോർ 66.8 ആണ്. അതുകൊണ്ട് തന്നെ 6th പൊസിഷനിലാണ് ഈ എക്കണോമിക് ഫ്രീഡം സ്കോർ നമ്മൾ നോക്കുമ്പോൾ. പിന്നെ സ്ലൊവാക്യ 32nd പൊസിഷനിലാണെന്ന് പറയാം. അതായത് 47 രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത് ഇത് 32ാമത്തെ സ്ഥാനമാണ്. സ്ലൊവാക്യ വിലയിരുത്തുന്ന ഹൈ ഇൻകം അഡ്വാൻസ്ഡ് എക്കോണമി ആയിട്ടാണ്. അപ്പോൾ ഇവരുടെ മെയിൻ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള സെഗ്മെൻറ്റ് മെയിനായിട്ട് ഓട്ടോമൊബൈൽ, പിന്നെ മെറ്റൽ ആൻഡ് മിനറൽസ് പ്രോഡക്ട്സ്, പിന്നെ ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്യാസ്, പിന്നെ ഓയിൽ, പിന്നെ അതുപോലെ ന്യൂക്ലിയർ ഫ്യൂവൽ, പിന്നെ കെമിക്കൽസ് ഉണ്ട്, സിന്തറ്റിക് ഫൈബേഴ്സ്, വുഡ് ആൻഡ് പേപ്പർ പ്രൊഡക്ട്സ് ഉണ്ട്, പിന്നെ മെഷീനറി, പിന്നെ എർത്ത് വേവ്സ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സെറാമിക്, ടെക്സ്റ്റൈൽസ്, അപ്പോൾ ഇലക്ട്രിക്കൽ, പിന്നെ ഒപ്റ്റിക്കൽ, പിന്നെ അതുപോലെ തന്നെ റബ്ബർ പ്രൊഡക്ട്സ്, പിന്നെ ഫുഡ്, ബീവറേജസ്, ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും മെയിൻ സെഗ്മെൻറ്റ്സ് ആണ്. സ്ലൊവാക്യ ഒരു മിക്സ്ഡ് എക്കോണമി സിസ്റ്റമാണുള്ളത്. അതായത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പൈൻഡ് ഒരു വെൽ ബാലൻസ്ഡ് ആണെന്ന് പറയാം. 2007 സ്ലൊവാക്യ ഹയസ്റ്റ് GDP ഗ്രോത്ത് മാർക്ക് ചെയ്ത്, അതായത് ഏകദേശം 14.3% 4th ക്വാർട്ടറിൽ മാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ സ്ലോവാക് സർവീസ് സെക്ടർ കഴിഞ്ഞ് 10 വർഷമായിട്ട് വളരെ പെട്ടെന്ന് റാപ്പിഡ്
ചേഞ്ചസ് തന്നെ വന്നു നമുക്ക് പറയാം. അതായത് ഒരു 61% GDP കോൺട്രിബ്യൂഷൻ, 69% പോപ്പുലേഷൻ ഓഫ് എംപ്ലോയീസ് അതായത് സംഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ GDP യിൽ കാര്യമായ സംഭാവന ചെയ്തിരിക്കുന്ന സെഗ്മെൻറ്റ്സ് നോക്കിയിരുന്ന അഗ്രികൾച്ചർ അതുപോലെ IT ഒക്കെ ഇതിൽ ഉൾപ്പെടും. അപ്പോൾ എന്നിട്ട് ഇവിടുത്തെ മെയിൻ സാലറി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മിനിമം സാലറി ഒരു 520 euro ആണെന്ന് പറയാം പെർ മന്ത്. ആവറേജ് സാലറി നോക്കിക്കഴിഞ്ഞാൽ 1250 euro ആണെന്ന് പറയാം. ഏകദേശം നിങ്ങൾ ക്യാപിറ്റൽ സിറ്റിയിലാണ് എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി, അതായത് ഒരു 1750 euro ആവറേജ് സാലറി ലഭിക്കുന്നതാണ്. ഇനി അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 5.88% ആണ്. 2020 സ്ലോവാക്യ ആടി ഉലഞ്ഞൊരു എക്കോണമിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് കൊറോണ പാൻഡമിക് നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കോമണായ 3 ജോലികൾ സെയിൽസ് വർക്കേഴ്സ്, ഓഫീസ് അസോസിയേറ്റ് പ്രൊഫഷൻസ്, അത് പിന്നെ ഡ്രൈവേഴ്സ് ആൻഡ് വെഹിക്കിൾ ഓപ്പറേറ്റേഴ്സ് എന്നിവയാണ്. ഇനി ഇത് കൂടാതെ റീറ്റെയിൽ സെയിൽസ് പീപ്പിൾ, കാഷ്യർ, ഓഫീസ് ക്ലർക്ക്, കമ്പൈൻഡ് ഫുഡ് പ്രിപ്പറേഷൻ ആൻഡ് സർവീസ് വർക്കേഴ്സ്, രജിസ്റ്റേർഡ് നഴ്സസ്, വെയിറ്റേഴ്സ്, വെയിട്രസസ്, പിന്നെ അതുപോലെ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ്, പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽ മൂവേഴ്സ്, പിന്നെ ജാനിറ്റേഴ്സ് അതായത് ക്ലീനേഴ്സ്, ഇപ്പോൾ ഓഫീസ് ബിൽഡിംഗ്, ഹോസ്പിറ്റൽസ് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ സ്കൂൾസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള സെഗ്മെൻറ്റ്സിലാണ് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അതുപോലെ തന്നെ സ്റ്റോക്ക് ക്ലർക്സ് ഉണ്ട്, പിന്നെ ഓർഡർ ഫില്ലേഴ്സ് ഉണ്ട്, സെക്രട്ടറി ജോബ്സ് ചെയ്യുന്നവർ, ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് ക്ലർക്സ്, പിന്നെ ട്രാക്ടേഴ്സ്, ടൈലർ ട്രക്ക് ഡ്രൈവേഴ്സ്, എലമെൻ്ററി സ്കൂൾ ടീച്ചേഴ്സ്, ഇതൊക്കെയാണ് ഈ രാജ്യത്തിലെ മെയിനായിട്ടുള്ള എല്ലാ മേഖലയിലും തൊഴിലവസരങ്ങൾ ഉള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഏത് രാജ്യത്ത് പോയാലും എല്ലാ മേഖലയിലും തൊഴിലവസരങ്ങളുണ്ട്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, ജോബ് അവൈലബിലിറ്റി എന്നിവ അനുസരിച്ചാണ് നമുക്ക് ജോലി ലഭിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ബേസിക്കായി അറിയേണ്ട കാര്യങ്ങൾ. ഇനി ജോബ്, വിസ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി വരുന്ന പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പ്രധാനം നിങ്ങളുടെ ജോലി പഠിക്കുന്നതാണെങ്കിൽ ഏത് കോഴ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഷെയർ ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും.